എനിവേ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒട്ടനവധി ഗുഡ് ന്യൂസുകൾ നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങളൊന്ന് ഒഫീഷ്യലി അറിയിക്കുക. അതേപോലെ തന്നെ നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റ് എടുക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി സാധ്യതയില്ല, അത് ക്ലോസ് ചെയ്താണ്. ടിക്കറ്റ് എടുത്ത ആളുകൾ പാലിക്കേണ്ടതായ കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്, അത് നിങ്ങളെ അറിയിക്കുക. കാരണം 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ പ്രോഗ്രാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് മെയിൻലി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നെക്സസ് പ്രോഗ്രാമിന്റെ ടിക്കറ്റ് എടുത്ത എല്ലാ ആളുകളും ഇന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഒരുപക്ഷെ ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തില്, മൈലേജ് മാർക്കറ്റിംഗ് ചരിത്രത്തില് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ പോലെ നടത്തുന്ന ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയാണ് നെക്സസ് പ്രോഗ്രാം. അതിന്റെ പാസ് കിട്ടിയ ആളുകൾ വളരെ എക്സൈറ്റഡ് ആണ്. എന്റെ കയ്യിലേക്ക് ഇതുവരെ പാസ് വന്നിട്ടില്ല. കൊറിയർ ത്രൂ ഞാൻ നേരിട്ടാണ് കമ്പനിയിലേക്ക് ഞാൻ പൈസ അയച്ചത്. അപ്പൊ കൊറിയർ ത്രൂ ആണ് എനിക്ക് വരിക എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇന്നലെ അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. ഇന്നോടുകൂടി എനിക്കത് കിട്ടേണ്ടതാണ്. നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്ക് PUC-യിലൂടെ നിങ്ങളത് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ് അടിക്കാനോ അല്ലെങ്കിൽ എലിജിബിൾ അല്ലാത്ത, യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ആ പ്രോഗ്രാമിൽ കടക്കാനോ കഴിയാത്തത്ര സുരക്ഷാ സംവിധാനത്തോടു കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ നെക്സസ് പ്രോഗ്രാം. ഡിജിറ്റൽ പാസ്സാണ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നത്. അതിന്റെ സ്കാനിങ്ങും മറ്റുള്ള സംവിധാനവും അവിടെ ചെയ്തിട്ട് നിങ്ങൾ യോഗ്യതയുള്ള വ്യക്തികളാണ് എന്ന് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിനകത്ത് കടക്കാൻ പറ്റൂ. അതീവ സുരക്ഷാ സംവിധാനമുള്ള സ്ഥലമാണ്. കാരണം നമ്മുടെ ഗ്രേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രയേറെ ഒരിക്കലും മറ്റുള്ള ഒരു വ്യക്തിയെ പോലുള്ളതല്ല. ഒരു പ്രൈം മിനിസ്റ്ററോ ഒക്കെ വരുന്നത് പോലെ തന്നെയുള്ള പഴുതടച്ച എല്ലാ സംവിധാനവും ഉണ്ടാവും. ബ്ലാക്ക് കാറ്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവുക. നമുക്കൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങോട്ട് നേരിട്ട് എൻട്രി ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചാൽ എനിക്ക് അറിയില്ല. നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ ഒരുപക്ഷെ നിങ്ങളോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ പ്രോഗ്രാം കൃത്യം ഒരു 10 മണിയോടുകൂടിയെങ്കിലും നിങ്ങൾ അവിടെ ആ തൃശ്ശൂർ പ്രോഗ്രാം അങ്കമാലി അറ്റസ് കൺവെൻഷൻ സെന്ററിൽ എത്തുന്നതാണ് ബെറ്റർ. 11 മണി നമ്മൾ ഫുഡ് കൂപ്പൺ കൊടുത്ത് ഫുഡ് ഔട്ട് ചെയ്ത് തുടങ്ങും 11 മണിക്ക്. അതുകൊണ്ട് 10 മണിക്ക് വന്നാൽ മാത്രമേ ആ 10,000-കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്കറിയാം നീണ്ട ക്യൂ വരും, കുറച്ച് തിരക്ക് വരും, കൺജസ്റ്റഡ് ആവും. ഏതാണ്ട് 35ഓളം കൗണ്ടറുകൾ ഉണ്ട്. 250 ആളുകൾക്ക് മാത്രം ക്യൂ നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒരു കൗണ്ടറിൽ ഉണ്ടാവുക. അങ്ങനെ ഏതാണ്ട് 35ഓളം കൗണ്ടറുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങൾ ഉണ്ടാവില്ല. മാക്സിമം 1/2-3/4 മണിക്കൂർ കൊണ്ട് ഒരു കൗണ്ടറിൽ ആളുകൾക്ക് ഫുഡ് കഴിച്ച് നേരിട്ട് ഹോളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു ബുഫേ സിസ്റ്റം അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പാക്കറ്റ് ഫുഡ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വാങ്ങി പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവും. നമുക്ക് ഇന്ത്യയിലുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ടേസ്റ്റിയായ ഫുഡ് സപ്ലൈ ചെയ്യുന്ന പാരഗൺ, ആ പാരഗണിന്റെ ഫുഡാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ച് 11 മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ച് നമുക്ക് ഹോളിലേക്ക് കൃത്യം 12 മണി മുതൽ ഏതാണ്ട് 11:30 മണി മുതൽ തന്നെ 11:45 കൂടി തന്നെ ഹോളിലേക്ക് എൻട്രി ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് 12 മണിയോടുകൂടി ആളുകൾ നിർബന്ധമായിട്ട് അതിനകത്ത് കയറി തുടങ്ങും. കൃത്യം 1 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. പ്രോഗ്രാം പല ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളും എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അനൗൺസ്മെന്റ് വരും. ഈ അനൗൺസ്മെന്റിനനുസരിച്ച് വ്യക്തമായ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായി ആ പ്രോഗ്രാമിനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനോ ഉപയോഗിക്കാനോ ഒക്കെ പറ്റൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കംപ്ലൈൻസിന് യാതൊരുവിധ തരത്തിലുള്ള സാധ്യത അവിടെ ഇല്ല. നോ കംപ്ലൈന്റ് വിൽ എന്റർടൈൻ.
സാറേ എനിക്ക് സീറ്റ് കിട്ടിയില്ല, സാറേ ഞാൻ പുറകിലായി പോയി, സാറേ ഞാൻ ടോപ്പ് 50-ലുള്ള ഒരാളായിരുന്നു, ഞാൻ സ്റ്റേജിന്റെ മുകളിൽ കയറേണ്ട ആളായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് മാത്രം ഒരു പ്രാധാന്യവും നിങ്ങൾക്കോ എനിക്കോ അവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനവന്റെ കാര്യം അവനവൻ നോക്കണം എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ഈ മീറ്റിംഗ് വിളിച്ച് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ് നിങ്ങൾക്കറിയാം. നമ്മളെല്ലാവരും കമ്പനിയുടെ ഒരു ബി ഓഫ് കോർണറിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അവിടെ റാങ്കിന് മാത്രമേ ഒരു കൺസിഡറേഷൻ ഉള്ളൂ. ആ റാങ്ക് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ എന്ത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. എവിടെയാണ് ഇരിക്കേണ്ടതെന്നുള്ളത് ആ സാഹചര്യത്തിൽ നിങ്ങൾ പോയി ഇരിക്കണം. വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്തു തരാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ കേരള ടോപ്പ് 100-ലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതേപോലെ തന്നെ TC ടോപ്പ് 50-ലുള്ള TC, ടോപ്പ് 50-ലുള്ള ATC, DTC, ZTC, STC, RTC, NTC, CTC, അതുവരെയാണ് ഈ ടോപ്പ് 20, ടോപ്പ് 100, ടോപ്പ് 10 എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ വരുന്നത്. അവർക്ക് പ്രത്യേകം ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവര് സ്റ്റേജിന്റെ മുകളിൽ കയറണം. അപ്പൊ 10,000-കണക്കിന് ആളുകൾ ഇടയിലൂടെ വരെ നടന്നു വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ ഒരുപാട് പ്രോഗ്രാം ലാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിസ്റ്റിൽ വന്ന, ഓൾ കേരള ലിസ്റ്റിൽ വന്ന നിങ്ങളുടെ പേര് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ആ സംവിധാനം ഏത് സ്ഥലത്താണ്, എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അത് അവിടെ നിന്നുള്ള അനൗൺസ്മെന്റിന് അനുസരിച്ച് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് പോയിരിക്കണം. അവിടെ ഒന്നും വ്യക്തമായ അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശമല്ലാതെ ഒരു നിർദ്ദേശവും ശൈലേഷ് ബാലിന്റെ കയ്യിലില്ല, ഒരു നിർദ്ദേശവും നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സിന്റെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി നിന്ന് ആ ഹോളിലേക്ക് കയറുന്നത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാതെ പോവുകയും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്കൊരു റെക്കഗ്നൈസേഷൻ, ആ സ്റ്റേജിന്റെ മുകളിൽ കയറുക എന്ന് പറയുന്ന മഹാഭാഗ്യ. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ് നമുക്ക് അവിടുത്തെ ഓർഗനൈസിംഗ് സ്റ്റേജ്. ക്ലിയർ ആവണ്ടല്ലോ? അപ്പോ ആ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും കൃത്യം 10 മണിക്ക് എത്തുകയും 11 മണിയോടുകൂടി ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും 12 മണിക്കുള്ളിൽ തന്നെ ഹോളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ കേൾക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ സീറ്റുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അല്ലാണ്ട് ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താണ് നടക്കുന്നത്, എവിടെയാണ് ഇരിക്കേണ്ടത്, ആരെയാണ് കാണേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരം ഉണ്ടാവില്ല. പിന്നെ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് അവിടെ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് മൊബൈൽ പോലും വിളിച്ച ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം മൊബൈലൊക്കെ ഹാങ് ആയിരിക്കും, ഭയങ്കര നെറ്റ്വർക്കൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ ലീഡറെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. എന്തെങ്കിലും കംപ്ലൈന്റ് പറയാൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് ഈ പറയുന്ന പ്രോഗ്രാമിന് പോകുന്ന എല്ലാ ആൾക്കാരും ഒരേ യൂണിറ്റിയോടുകൂടി നിൽക്കുക, ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുക, എവിടെയാണ് ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ, ഒരു കരുതൽ നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് അമ്പലത്തിലും ഒരുപാട് പൂരത്തിനും ഒരുപാട് കല്യാണത്തിനും ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോയാൽ നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് എങ്ങനെ പെരുമാറാൻ ഞാൻ പഠിപ്പിച്ചേണ്ട കാര്യമില്ല. എന്നാലും സ്റ്റേജിന് മുകളിൽ വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ ആ സ്റ്റേജിന് മുകളിൽ ഒരു ഫോട്ടോ നിങ്ങളെ സംബന്ധിച്ചിട്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ്, ആവേശം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ടും വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ്. കാരണം എന്റെ ടീം സ്റ്റേജിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അത് എന്റെ ടീം ഈ പറയുന്ന നെക്സസ് പ്രോഗ്രാമിൽ ടോപ്പ് 1 ആയിരുന്നു, അല്ലെങ്കിൽ ടോപ്പ് 100-ൽ പെട്ട ആൾക്കാരായിരുന്നു. അത് നമുക്ക് വെർത്താണ്. അത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. ആ രീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഇതിനെ മാക്സിമം നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടത്തേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പൈസ കൊടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ടിക്കറ്റ് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോർഡിനേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ STC ലീഡർ ആയിരിക്കും, ചിലപ്പോൾ RTC ലീഡർ ആയിരിക്കും, ചിലപ്പോൾ NTC ലീഡർ ആയിരിക്കും. അത് ഏത് ലീഡറാണോ ആ ലീഡറെ അടുത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ വിളിച്ച്, സാറേ എന്റെ ടിക്കറ്റ് എവിടെയാണ് ഉള്ളത്, ഒന്നുകിൽ ലീഡറുടെ കയ്യിലുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന ടിക്കറ്റ് ഇന്ന് നിങ്ങൾ PUC പോയിട്ട് വാങ്ങിക്കേണ്ടി വരും. എനിക്കറിയാലോ എവിടെയാണുള്ളത് നിങ്ങൾ. അതുകൊണ്ട് നിർബന്ധമായും
നിങ്ങൾ പേയ്മെന്റ് കൊടുത്ത ആരെ കയ്യിലാണോ പേയ്മെന്റ് കൊടുത്ത് ഏൽപ്പിച്ചത്, ഏതാണോ നിങ്ങളുടെ ഇത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിനെ മാനേജ് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിനെ മാനേജ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവരെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റ് വാങ്ങി എടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. ക്ലിയറായോ? അത് നിങ്ങൾക്ക് മാത്രമാണ്. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങളെ കയ്യിൽ നിർബന്ധമാണ്. അല്ലാണ്ട് നിങ്ങൾ അങ്കമാലിയിൽ നിന്നോ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ നിന്നോ ടിക്കറ്റ് കൊടുക്കുന്ന സംവിധാനം ഇല്ല. ആ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എത്തിക്കേണ്ട കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ വരാത്തത് നിങ്ങളെ മാത്രം കുറ്റമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അവനവന്റെ ടിക്കറ്റ് വാങ്ങി അല്ലെങ്കിൽ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഇപ്പോഴേ നിങ്ങൾ എന്താ പറയാ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിങ്ങൾ അതിനെ സമീപിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനകത്ത് എൻട്രി പാസ്, ആ എൻട്രി പാസ്, ഫുഡ് കൂപ്പൺ, കീ ചെയിൻ, കാർ സ്റ്റിക്കർ, ഇത്തരം സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഡോഷർ ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് കമ്പനി പറഞ്ഞു അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഇനി എൻട്രി പാസും ഫുഡ് കൂപ്പണും അതിനകത്ത് എന്തായാലും നിർബന്ധമാണ്. കീ ചെയിൻ വിട്ടുപോയിട്ട് കാർ സ്റ്റിക്കർ വിട്ടുപോയിട്ട് ഡോഷർ വിട്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് സംസാരിച്ചു നോക്കാം. പക്ഷെ അതിനകത്ത് എൻട്രി പാസും ഫുഡ് കൂപ്പണും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഫുഡ് കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കിട്ടൂ, എൻട്രി പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കടക്കാൻ പറ്റൂ. അതുകൊണ്ട് അതൊക്കെ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ അപ്ലൈ ലീഡറായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് എന്തെങ്കിലും മിസ്റ്റേക്കോ കറക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ അത് നീങ്ങണം. ക്ലിയർ ആയോ? ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങൾ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇന്ന് വാങ്ങാൻ പോകുന്നുണ്ടാവും. പക്ഷെ നാളെ വരുന്ന സമയത്ത് ഇത് എടുക്കാൻ മറന്നു വയ്ക്കുന്നുണ്ടെങ്കിൽ, സാറേ ഞാൻ പൈസ കൊടുത്തായിരുന്നു, സാറേ ഞാന് പിന്നെ പൈസ കൊടുത്തതിന് തെളിവുണ്ട്, ഞാനത് ഇന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം, എന്റെ ഈ പറയുന്ന ടിക്കറ്റ് വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അവിടുന്ന് കിട്ടുന്ന വസ്തുവിന് തിരിച്ചു കയറുക, വീട്ടിൽ പോവുക, സുഖമായിട്ട് കിടന്നുറങ്ങാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നിലവിളിച്ചിട്ടും കാര്യമില്ല. കാരണം എന്റെ ടിക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരികയല്ലാണ്ട് എനിക്ക് വേറെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ കഴിയൂല. കാരണം എനിക്ക് അതിനകത്ത് എന്തായാലും കയറാണ്ടിരിക്കാൻ പറ്റില്ല. ക്ലിയർ ആവട്ടെ? അതുകൊണ്ട് ഒരു അപ്ലൈ ലീഡർ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിർബന്ധമായും ആ പാസ് ഒന്നുകിൽ നിങ്ങളുടെ ബാഗാണ് കൊണ്ടുവന്നെങ്കിൽ ബാഗിൽ എടുത്തു വെക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ അന്ന് എടുക്കാൻ അത് വേണ്ടിയിട്ട് വീട്ടിലുള്ള ആരെങ്കിലൊക്കെ നിങ്ങളത് ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ഇപ്പോഴേ അത് വളരെ നല്ല രീതിയിൽ എവിടെയാണ് എടുത്തു വെക്കേണ്ടത് എടുത്തു വെക്കുക. ക്ലിയർ ആയോ? ഇനി അത് ബോക്സും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ബോക്സ് ഒക്കെ വെച്ച് മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ എവിടെയെങ്കിലും അത് ആ എൻട്രി പാസും ഫുഡ് കൂപ്പൺ എടുത്തു വെക്കുക. ബാക്കിയൊന്നും ആ ബോക്സോട് കൂടി കൊണ്ടുവരാൻ നിർബന്ധമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കേട്ടെടുക്കുക, തമാശയായിട്ട് കാണരുത്. ക്ലിയറായോ? അതിനകത്ത് വേറെ ഒരു തരത്തിലും നമുക്ക് ഇടപെടാൻ പറ്റൂല. അത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെ നമ്മളുടെ ഇവോൾവ് എന്ന പ്രോഗ്രാമിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നെക്സസ് പ്രോഗ്രാമിൽ സോറി വിഹാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. കാരണം അവിടെ നേരിട്ട് എറണാകുളത്ത് പോയിട്ട് ഒക്കെ അവിടെ പോയി നോക്കുമ്പോൾ ടിക്കറ്റിലെ സ്ഥിതി ആലോചിച്ചു. അതുകൊണ്ട് ഇത് ഞാൻ നടത്തുന്ന പ്രോഗ്രാം അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനങ്ങളെ കരച്ചിൽ കണ്ടാൽ എനിക്ക് സങ്കടം തോന്നിയിട്ടെങ്കിലും അതിന് പരിഹാരം ഉണ്ടായി തന്നെയായിരുന്നു. ഇത് ഞാൻ നടത്തുന്ന പ്രോഗ്രാം അല്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒന്നും ഇടപെട്ട് ചെയ്യാൻ പറ്റില്ല. അതും കൂടി ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊക്കെ പറയാനാണ് സാറ് രാവിലെ അത് വിളിച്ച് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള സുഖം നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാളും മേലെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ ചാടിക്കിടന്നവനാണല്ലോ ജോസഫ്. അതുകൊണ്ട് ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ തമാശയായിട്ട് കണ്ടാൽ എനിക്ക് അതിനകത്ത് ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിയാം, ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്ത് ബസ്സിലോ ഒക്കെ കയറി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ വന്നോളൂ. പക്ഷെ ആ പ്രോഗ്രാം കഴിയണമെങ്കിൽ മിനിമം 8 മണിയാവും. പ്രോഗ്രാം കഴിയണമെങ്കിൽ. ആ പ്രോഗ്രാമിന് നിങ്ങൾ പോയി നോക്കാം. എനിക്ക് 5 മണിയാകുമ്പോഴേക്കും എനിക്ക് ചാടാലോ, ഞാൻ പോകാലോ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂർ പ്രോഗ്രാം നഷ്ടപ്പെടും. ആ 3 മണിക്കൂർ പ്രോഗ്രാമിന്റെ ആ സമയത്തായിരിക്കും ആ പ്രോഗ്രാമിന്റെ ഏറ്റവും 80%-90% ഹൈലൈറ്റുകൾ സംഭവിക്കാൻ വേണ്ടി പോകും. ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള പല ആളുകളുടെ സ്പീച്ചുകളോ
ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ പ്രോഗ്രാമിൽ പോയിരുന്നത് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് തിരക്ക് കാണിക്കാതിരിക്കുക. ആ പ്രോഗ്രാം അവസാനം ആ തിരശീല ഇടുന്നതടക്കം കണ്ടിട്ട് മാത്രമേ ആ പറയുന്ന സ്ഥലത്ത് നിന്ന് പോരാവൂ. അതുകൊണ്ട് ഇതിനു വേണ്ടി ഹറിബറിയായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഒരു ദിവസം മൊത്തം മാറ്റി വെക്കുക. ക്ലിയർ ആയോ? ലാസ്റ്റ് ഈസ് ദ ലാസ്റ്റിംഗ് എന്ന് പറയും. അവസാനം നന്നായി എല്ലാം നന്നായി എന്ന് പറയും. അതുകൊണ്ട് അവസാനം കാണാതെ ഇത് അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് ഇതിനെ വിലയിരുത്തിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ നശിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് ഇതിനു വേണ്ടി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 8 മണിയാണ് അല്ലെങ്കിൽ 9 മണിയാണ് ആ പ്രോഗ്രാം കഴിയുന്നെങ്കിൽ ആ സമയം വരെ അതിനു വേണ്ടി ഇരിക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. ആ പ്രോഗ്രാം കഴിഞ്ഞാൽ മാത്രമേ അവിടുന്ന് പോരാൻ പാടുള്ളൂ. കാരണം നമ്മൾ വെറുതെ കാഴ്ചക്കാരല്ല, നമ്മളൊരു ബിസിനസ്സുകാരാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് ഊട്ടിയുറപ്പിക്കണം. ലക്ഷാധിപതിയും കോടീശ്വരനാവുള്ള ഒരു മനോഭാവം നമുക്ക് സെറ്റ് ചെയ്യണം. മൈലേസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ആത്മാഭിമാനം നമുക്ക് ഉണ്ടാവണം. ഇതെല്ലാം നമുക്ക് വിറ്റ് കാശാക്കി വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ കാണേണ്ടതുപോലെ കാണണം, കേൾക്കേണ്ടതുപോലെ കേൾക്കണം, അനുഭവിക്കേണ്ടതുപോലെ അനുഭവിക്കണം. ക്ലിയർ ആയി? അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തോണ്ടിയിട്ടിട്ട് ഇതിനെ വിലയിരുത്തിയിട്ട് എന്താണ് നടക്കുന്നത്? തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന പോലെ ചില ആൾക്കാർ ആനനെ കാണും, ചില ആൾക്കാർ ചെണ്ട കാണും, ചില ആൾക്കാർ ആൾക്കാരെ കാണും, ചില ആൾക്കാർ എന്തൊക്കെയോ കണ്ട് തിരിച്ചു വരും. അങ്ങനെ ആവരുത്. അതിന് എല്ലാ രീതിയിലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് 8 മണിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ 8 മണിക്ക് കഴിഞ്ഞിട്ട് മാത്രമേ ആ പ്രോഗ്രാം അവസാനിപ്പിച്ച് പോരാൻ പാടുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത് ഒരു ഗ്രൂപ്പായി വാഹനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൃത്യമായി അത് പോവുക. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ടീമിലുള്ള ലീഡർമാർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. കാരണം പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങളെ കാണാത്ത സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് ഇതിനെ വളരെ മനോഹരമായി നിങ്ങൾ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്. ഒന്ന്, കൃത്യം 10 മണിക്ക് തന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ ഞങ്ങളെ കോഴിക്കോട് കേന്ദ്രീകരിച്ച ആൾക്കാരാണെങ്കിൽ 4 മണിക്കൂർ ഓട്ടം നിങ്ങൾ അതിനെ കാണണം. അപ്പൊ 4 മണിക്കൂർ തന്നെ 6 മണിക്ക് പുലർച്ചെ 6 മണിക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതേമാതിരി തന്നെ നാദാപുരം, കുറ്റ്യാടി അങ്ങോട്ടൊക്കെയുള്ള ആളുകൾ, വടകര ഭാഗത്ത്, കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും, ഒരു 4:30 മണിക്കെങ്കിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന് 5 മണിയോട് കൂടി നിങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് ആവണം. അതൊക്കെ ചെയ്യണം. പിന്നെ രാവിലെ ഒരു 10 മണിക്ക് നിങ്ങൾ അവിടെ സ്ഥലത്ത് എത്തണമെങ്കിൽ നമുക്കറിയാം ഒരു 1/4 മണിക്കൂറെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലൊക്കെ നമ്മൾ അതിനെ വേണ്ടി മാറ്റി വെക്കണം. ആ സമയം കൂടി നിങ്ങൾ കാണണം. അതുകൊണ്ട് കൃത്യമായി ഒരു 10 മണിക്ക് അവിടെ എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഗൂഗിൾ മാപ്പൊക്കെ അടിച്ചു നോക്കുക. അതിൽ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കുക, എത്ര മണിക്കൂർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിനു വേണ്ട വ്യക്തമായ ഒരു പ്ലാനിങ് പദ്ധതി ഉണ്ടാവുക. പിന്നെ TC അബോ ലീഡർമാരൊക്കെ നിർബന്ധമായി ടൈ കെട്ടുക. അതേപോലെ DTC അബോ ആളുകൾ നിർബന്ധമായും സൂട്ട് ധരിക്കുക. ആ സൂട്ടില് നമ്മൾ സൂട്ടിന്റെ കളറും പാന്റിന്റെ കളറും ഒരേപോലെ ആവാൻ നോക്കുക. അല്ലാണ്ട് ഓട്ടോ ഡ്രൈവർമാര് കാക്കി ഷർട്ട് ഇടുന്നവര് ഇട്ട് വരരുത്. ഇതൊരു വലിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിർബന്ധമായും സൂട്ടിന്റെ കളറും പാന്റിന്റെ കളറും ഒരേപോലെ ആവുക. ആ സൂട്ട് ധരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ എന്താ പറയാ, അതിന്റെ 3 പീസ് ഉണ്ടെങ്കിൽ ആ 3 പീസ് ധരിക്കണം. നിർബന്ധമായും ടൈ ധരിക്കാത്ത ആൾക്കാർ സൂട്ട് ഇടാൻ പാടില്ല. ടൈയും സൂട്ടും ഒരേപോലെ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കണം. കാരണം നമ്മൾ വലിയ പ്രോഗ്രാമാണ് പോകുന്നത്. വലിയ, അത് ഹെലികോപ്റ്റർ ക്യാമറയും ഹെലിക്യാം ക്യാമറയും അതേമാതിരി ഒരു 4-5 ക്യാമറകളും ഇതൊക്കെ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിലൂടെ ഏതെങ്കിലും രീതിയിൽ നമ്മളൊക്കെ മുഖങ്ങൾ മിന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വെൽ ഡ്രസ്ഡ് അല്ലെങ്കിൽ ചിലപ്പോ ആ വ്യക്തി ആദ്യം കത്രിക വെക്കുന്നത് നമ്മളെ മുഖത്തായിരിക്കും. ക്ലിയർ ആയോ? നിങ്ങൾ അതിനകത്ത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം എന്തോ ഡ്രസ്സ് ഇട്ട് ഏതോ രീതിയിൽ വന്ന ഒരാളെ വലിയ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിന്റെ അകത്തൊന്നും വന്നു കഴിഞ്ഞാൽ അവർക്കാണ് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വരണം, നമ്മൾ അതിന്റെ മുഖം അതിനകത്ത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള എന്താ പറയാ ഡ്രസ് കോഡ് കൂടി നമ്മൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ നിങ്ങൾക്ക് നാളത്തെ ടൂളായിട്ട് മാറിയിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും അതൊക്കെ ഒന്ന് പാലിക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ടീം ഏറ്റവും നല്ലതാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും ആ ഫോട്ടോയോ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നും അങ്ങോട്ട് നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മനസ്സമാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. അതിനെ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് കാണുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുടിക്കാനുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുപ്പിയിലോ ബാഗിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് അത് വെക്കുക. അപ്പൊ കൃത്യം 10 മണിക്ക് എത്തുക. ഫുഡ് കൂപ്പൺ വാങ്ങുക. ഫുഡ് കൃത്യമായിട്ട് 11 മണിക്ക് തന്നെ കഴിക്കുക. 12 മണിയോടുകൂടി ഹോൾ പ്രവേശിക്കുക. നിങ്ങളുടെ ടോപ്പ് 100ൽ വരുന്ന ഏതെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അതൊക്കെ അതാത് ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവിടെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരം രാത്രി 8 മണി വരെ ആ പ്രോഗ്രാം നിർബന്ധമായി അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ തിരിച്ചു വരാൻ പാടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങളെ കംപ്ലീറ്റ് മൊബൈലിൽ ഇത് വീഡിയോയും ഫോട്ടോയും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ചിലപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ആകാൻ സാധ്യത നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ ഫുൾ ചാർജ് ആക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഒരു 20% ചാർജ് അതിനകത്ത് വെക്കുക. ഒരു 80% ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഓഫ് ആക്കുക. അതെടുത്ത് കളിക്കണ്ട. കാരണം പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടണമെങ്കിൽ മൊബൈലിനകത്ത് എന്ത് ചെയ്യണം, ചാർജ് വേണം. ഇതൊക്കെ അറിയാലോ. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ലാസ്റ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ മാത്രം എവിടെയോ തിരിഞ്ഞുപോയി ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ ബസ് കാത്തുകയാണെങ്കിൽ മൊത്തം കൊളാബറേഷൻ ആവും. അപ്പൊ അടിച്ച് പിരിക്കാനല്ല നമ്മൾ നെക്സസ് പ്രോഗ്രാമിൽ പോകുന്നത്, അവിടെ നിന്ന് യൂണിറ്റിയോടുകൂടി തിരിച്ചു വരാനാണ്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് അവനവൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കാണുക. ഇവിടെ വന്നിട്ട് കശപിശയുള്ള ഒരു ടീമായിട്ട് നമ്മൾ മാറരുത്. പകരം നമ്മളെല്ലാവരും യൂണിറ്റിയോട് നിന്നിട്ട് വലിയ നേട്ടങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടീമായിട്ട് മാറണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ എന്താ പറയാ ആത്മാർത്ഥത്തോടുകൂടി സത്യസന്ധതയോടും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിങ്ങൾ എല്ലാവരും കാണണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് കുറച്ച് മനസ്സമാനം നിങ്ങൾ തരണം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പാലിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിവേ ഇനി രണ്ടാമത്തെ കാര്യം. ഒന്ന്, നമുക്ക് മെയ് മാസം 3-ാം തീയതിയോടുകൂടി നമുക്കിപ്പോ ഓൾറെഡി 2 ഓഫറുകൾ നമ്മളെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തിനായിരിക്കും ഓഫർ വെച്ചത് കമ്പനി? എന്തിനായിരിക്കും? നിങ്ങളെ ഭാഗത്ത് ചിന്തിച്ചേ, എന്തിനായിരിക്കും കമ്പനി ഓഫർ വെച്ചത്? നിങ്ങളെ ബിസിനസ് ഇപ്പം താഴോട്ടാണോ മുകളോട്ടാണോ, ആവറേജ് ആണോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണോ, അല്ലെങ്കിൽ വലിയ ഗ്രോത്ത് ആണോ ഇപ്പോൾ ഉള്ളത്, അതല്ലെങ്കിൽ നോർമൽ ഗ്രോത്ത് ആണോ ഉള്ളത്? എന്തായിരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പൊ അവസ്ഥ? മിക്കവാറും ആവറേജ് ആയിരിക്കും അല്ലെ? കാരണം കുറച്ച് ബിസിനസ് ഒക്കെ ഇപ്പൊ നെക്സസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കയറിയതല്ലാണ്ട് ഇപ്പൊ ബിസിനസ് ഒക്കെ ആവറേജ് ബിസിനസ് ആയിരിക്കും. അപ്പൊ എല്ലാവരുടെയും ബിസിനസ് ആവറേജ് ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ ബിസിനസ് ആവറേജ് ബിസിനസ് ആയിരിക്കും. അപ്പൊ ഇതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തരുന്നതാണ് ഈ ഓഫറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ബിസിനസ് താഴോട്ട് പോയോ എന്ന് നമ്മൾ പരിതപിച്ചിരുന്നൊരു കാര്യമില്ല. അത് നമ്മളെ മുന്നിലേക്ക് വരുന്നതായ ചില അപ്ഡേഷൻസിനെ നമ്മൾ പിടിച്ചു കയറി അതിനെ നമ്മളായിട്ട് എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു പറ്റം ആളുകൾ ഇതിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കമ്പനിയുടെ ബിസിനസ്സും ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് കമ്പനി എന്ത് ഓഫറുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ബിസിനസ് ബൂസ്റ്റപ്പ് ചെയ്യാനും ബിസിനസ് കൂട്ടാനും വലിയ ഡെവലപ്മെന്റും മനസ്സിലാക്കി തന്നെയാണ് കമ്പനിയുടെ ഓഫർ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് കംപ്ലൈന്റുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും മാത്രം പറഞ്ഞു നിന്നിട്ട് നമ്മൾ സമയം പാഴാക്കുന്നതിന് പകരം അത് പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബിസിനസ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും താഴോട്ട് കൊടുക്കുക. അതിലൂടെ നമ്മൾ മാക്സിമം കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം. നമ്മളൊരു ബിസിനസ്സുകാരാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർമാരാണ്, ഒരു വിതരണക്കാരാണ്, അതേപോലെ ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിനെ വളരെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ ബിസിനസ് കയറും. നിങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ ബിസിനസ് താഴോട്ട് പോകും. അതുകൊണ്ട് ഈ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫർ, പിന്നെ FPOP ഓഫർ, ഫ്രീ പ്രൊഡക്റ്റ് ഓഫർ പർച്ചേസ്. അതായത് 10,000 രൂപയ്ക്ക് നമുക്ക് G75 പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാം. 750 രൂപയുടെ അഡീഷണൽ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാം. G75 പ്രൊഡക്റ്റ് 10,000 രൂപയ്ക്ക് 750. നേരത്തെ 500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 250 രൂപ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 750 ആയി. അതേപോലെ 15,000 നമുക്ക് നേരത്തെ 750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിരുന്നു വാങ്ങാൻ പറ്റുന്നത്. അത് 1000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം വർത്തുള്ള, മാക്സിമം നമുക്കും കൂടി ഉപകാരപ്രദമാവുന്ന മൂല്യമുള്ള രീതിയിലേക്ക് കമ്പനി അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി മോൾഡ് ചെയ്തിട്ട് നമ്മളെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയ ആളുകൾക്ക്, നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവർക്കുള്ള ഓഫറാണ് ഇത്. അവര് 10,000 രൂപേന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് 750 രൂപയ്ക്കും 15,000 വാങ്ങുന്ന സമയത്ത് 1000 രൂപയുടെ അഡീഷണൽ കൊടുത്ത് അവർക്ക് വാങ്ങിക്കൊടുക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, നമുക്കല്ല, അവർക്ക് വാങ്ങിക്കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ഐഡി അടിച്ചിട്ട്, നിങ്ങളുടെ വീക്ക് സൈഡിൽ പുതിയ ഐഡി അടിച്ച് നിങ്ങളുടെ ഭാര്യന്റെ പേരിലോ ഭർത്താവിന്റെ പേരിലോ മക്കളുടെ പേരിലോ 12 വയസ്സ് പൂർത്തിയായ മക്കളുടെ പേരിലോ ഒക്കെ അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പറയുന്ന പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ആ ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതുകൊണ്ട് ഇതിപ്പോ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ചാമ്പ്യൻ ഓഫറിന്റെ അകത്ത് നേരത്തെ എല്ലാവർക്കും ഇതുള്ളത് കൊണ്ട് നമ്മളെ ഇടയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൾക്കാർ റീപർച്ചേസ്, അവരുടെ 10,000 അവരുടെ 15,000ന്റെ റീപർച്ചേസ് അവർ വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് ആ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഓഫർ കിട്ടിയിരുന്നു.